കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് ഓംസ് ലോ. നമ്മൾ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിച്ചിട്ടുള്ള ഓംസ് ലോ തന്നെയാണ് ഇവിടെയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓംസ് ലോ എന്ന് പറയുന്നത് എന്താണ്? കറന്റ്, ഒരു കണ്ടക്ടറുടെ കറന്റ് ഒഴുകുന്ന സമയത്ത് അതിലുള്ള കറന്റ്, വോൾട്ടേജ്, അതേപോലെ തന്നെ അതിലുണ്ടാകുന്ന റെസിസ്റ്റൻസ് തമ്മിലുള്ള ബന്ധമാണ് ഓംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? കറന്റ്, വോൾട്ടേജ്, അതിലൂടെ ഒഴുകുന്ന അതിനുണ്ടാകുന്ന റെസിസ്റ്റൻസ്, ഇതാണ് എന്ത് പറയുന്നത്? ഓംസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് കറന്റ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഫ്ലോ ഓഫ് ചാർജ്, ഇലക്ട്രോണിന്റെ ചാർജിനെയാണ് കറന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പൈപ്പിലൂടെ വെള്ളം പോകുന്നുണ്ടെങ്കിൽ ആ വെള്ളം പോകുന്നതാണ്, ആ പോകുന്ന അളവിനെയാണ് കറന്റ് എന്ന് പറയുന്നത്. ഒരു പൈപ്പിലൂടെ വെള്ളം പോകുന്നുണ്ടെങ്കിൽ, ഒഴുകുന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒഴുകുന്നതിന്റെ അളവിനെയാണ് എന്ത് പറയുന്നത്? കറന്റ് എന്ന് പറയുന്നത്. അങ്ങനെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, നമുക്കറിയാം ഒരു പൈപ്പിലൂടെ വെള്ളം ഒഴുകുന്ന സമയത്ത് ആ വെള്ളത്തിന്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് എന്താണ്? അവിടെ ഉണ്ടാകുന്ന വെള്ളത്തിൽ അനുഭവപ്പെടുന്ന പ്രഷറാണ്, അല്ലെ? വെള്ളത്തിൽ അനുഭവപ്പെടുന്ന പ്രഷറാണ് ആ വെള്ളത്തിന്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഒരു കണ്ടക്ടറിലൂടെ കറന്റ് ഒഴുകുന്നുണ്ട് എങ്കിൽ ആ കറന്റിന്റെ സ്പീഡിനെ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന പ്രഷറിനെയാണ് എന്ത് പറയും? വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ കറന്റ് ഒഴുകുന്നുണ്ട് എങ്കിൽ ആ കറന്റിന്റെ സ്പീഡിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന പ്രഷറാണ് സത്യം പറഞ്ഞ വോൾട്ടേജ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ മാത്രമേ ഉള്ളൂ. വോൾട്ടേജ് എന്ന് പറയുന്നത് ആ ഒഴുകുന്ന കറന്റ് ഉണ്ടല്ലോ, ആ കറന്റിന് വേണ്ട കറന്റിന്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും അതിൽ കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെയാണ് എന്ത് പറയുന്നത്? വോൾട്ടേജ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെള്ളം ഒഴുകുന്നുണ്ട് എങ്കിൽ ആ വെള്ളത്തിന് ഒഴുക്കിനെ തടസ്സം നിർത്തുന്ന എന്തെങ്കിലും ഒരു കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും വടിയോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ ആ ഒഴുക്കിനെ തടസ്സം നിർത്തുകയാണെങ്കിൽ അതിന് റെസിസ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ട് എങ്കിൽ ആ ഇലക്ട്രോൺസ് ഒഴുകുന്നുണ്ട് എങ്കിൽ ആ ഇലക്ട്രോൺസിന്റെ ഒഴുക്കിനെ തടസ്സം നിർത്തുന്നതിനെയാണ് എന്ത് പറയാം? റെസിസ്റ്റൻസ് എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ആ പൈപ്പിന്റെ വണ്ണം കമ്മിയാക്കിയിട്ടാണ്, വണ്ണത്തിൽ വരുന്ന പൈപ്പ് വണ്ണം കമ്മിയാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? വെള്ളത്തിൽ ഒഴുക്കുന്നുണ്ട് എങ്കിൽ ആ വെള്ളത്തിനപ്പം എന്ത് സംഭവിച്ചു? റെസിസ്റ്റൻസ് സംഭവിച്ചു. വെള്ളത്തിന്റെ ഒഴുക്കിനെ അത് റെസിസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഓംസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ പറഞ്ഞ കറന്റ്, അതേപോലെ തന്നെ അതിന്റെ റെസിസ്റ്റൻസ്, അതിന്റെ വോൾട്ടേജ് എന്നതിനെയാണ് എന്ത് പറയുന്നത്? സത്യം എന്നതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് എന്ത്? ഓംസ് ലോ പറയുന്നത്. ഇത് കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ വളരെ ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്. ഓക്കെ, ഓംസ് ലോന്റെ ഡെഫിനിഷൻ എന്താണ്? നമുക്ക് ഓംസ് ലോ ഡെഫിനിഷൻ പഠിക്കാം അല്ലെ? ഓംസ് ലോ ഡെഫിനിഷൻ എന്താ പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the current flowing through a conductor is directly proportional to the potential difference between the end of the conductor. Okay, അപ്പോ ഓംസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. V അവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്ന് വെച്ചാൽ കറന്റ് കൂടുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് എന്തായിരിക്കും? കൂടും. അല്ലെ? തിരിച്ചു പറയാം അല്ലെ? വോൾട്ടേജ് ഉണ്ട് എങ്കിൽ അവിടെ എന്തുണ്ടാവും? കറന്റ് ഉണ്ടാവും. കറന്റ് ഉണ്ടാവും അല്ലെ? ഞാൻ പറഞ്ഞു വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കറന്റിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് അല്ലെ? അപ്പൊ വോൾട്ടേജ് കൂടുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കറന്റിന്റെ ഫ്ലോയും എന്തായിരിക്കും? കൂടും. കറന്റ് ഫ്ലോ എന്തായിരിക്കും? കൂടും. അപ്പൊ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി എന്ത്? V is equal to RI, ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യാം. അതാണ് R എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ്, അവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോ V is equal to IR അല്ലെങ്കിൽ RI എന്നൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ടാക്കാം. R is equal to V by I എന്നൊരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ കറന്റ് ഇക്വേഷൻ ഉണ്ടാക്കാം. I is equal to V by R എന്നൊരു ഇക്വേഷൻ നമുക്ക് ഇന്നുണ്ടാക്കാം.
ഓക്കെ, അപ്പോ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, എത്രത്തോളം കറണ്ട് പാസ് ചെയ്യുന്നോ അത്രത്തോളം എന്തുണ്ടാവും, വോൾട്ടേജ് ഉണ്ടാവും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രത്തോളം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നോ അത്രത്തോളം എന്തുണ്ടാവും, കറണ്ട് ഉണ്ടാവും. ഓക്കെ, ഇവിടെ നോക്കിയോ, R is equal to V by I കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, R കുറയും. ഇല്ലെങ്കിൽ R കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, I കുറയും. ഇല്ലേ, R കൂടുക എന്ന് പറഞ്ഞാൽ എന്താ, റെസിസ്റ്റൻസ് കൂടുക. റെസിസ്റ്റൻസ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഉണ്ടാവുന്ന തടസ്സം ഉണ്ടാവുക, തടസ്സം സൃഷ്ടിക്കുക. കറണ്ട് ഫ്ലോവിനെ തടസ്സത്തെ സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ അവിടെ എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ കമ്മിയാകും. അപ്പൊ അതാ പറഞ്ഞത് എന്ത്, R is equal to R directly inversely proportional to I എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് കറണ്ട് ഫ്ലോ അവിടെ ഉണ്ടാകും, കറണ്ട് ഫ്ലോ കമ്മിയാകും. ഓക്കെ, I is equal to V by R, അവിടെയും എന്താണ്, I എന്ന് പറയുന്നതും R എന്ന് പറയുന്നത് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പിന്നെ I is equal to V ആണ് അല്ലെ, I ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ V നമ്മൾ കണ്ടു അല്ലെ. അപ്പോ ഒരു ഓംസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്, ഇത്രയേ ഉള്ളൂ. ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കറന്റും അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജും അവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് തമ്മിലുള്ള റിലേഷനെയാണ് എന്താ പറയാ, ഓംസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രാഫ് വരയ്ക്കാം. വി ഐ ഗ്രാഫ് എന്ന് പറയുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓംസ് ലോ പറയുന്നതിൽ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കണം. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഓംസ് ലോ ഒബേ ചെയ്യണമെങ്കിൽ ആ കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതിൽ റൂം ടെമ്പറേച്ചർ ആയിരിക്കണം, അല്ലെങ്കിൽ ഏത് ടെമ്പറേച്ചർ വെച്ചിരിക്കുന്നത് ആ ടെമ്പറേച്ചർ. കാരണം ടെമ്പറേച്ചർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന എന്ത് സംഭവിക്കും, അവിടെ റെസിസ്റ്റൻസിന് മാറ്റം സംഭവിക്കും. അത് മനസ്സിലാക്കുക. ടെമ്പറേച്ചർ മാറുന്ന സമയത്ത് എന്തുണ്ടാവും, റെസിസ്റ്റൻസ്. എങ്ങനെയാണ് ടെമ്പറേച്ചർ മാറുന്ന സമയത്ത് റെസിസ്റ്റൻസ് ചേഞ്ച് ആവുക? ഇത് വളരെ സിമ്പിൾ ആയിട്ട് കൺസെപ്റ്റ് ആണ്. ടെമ്പറേച്ചർ മാറ്റുമ്പോൾ റെസിസ്റ്റൻസ്, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു കണ്ടക്ടർ എടുത്തു, ഇവിടെ നോക്കിക്കോളൂ, ഒരു കണ്ടക്ടർ എടുത്തു. ഈ കണ്ടക്ടറിൽ എന്താണ്, അറ്റ് റൂം ടെമ്പറേച്ചർ ആണ്. റൂം ടെമ്പറേച്ചറിൽ ഇതിലുള്ള ഫ്രീ ഇലക്ട്രോൺസിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും അല്ലെ, ഫ്രീ ഇലക്ട്രോൺസിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും, ഒരു ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, ഒരു ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ഇലക്ട്രോൺസിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരിക്കും. എന്നിട്ട് റാൻഡം മോഷനിലായിരിക്കും ഇലക്ട്രോൺസ്. എന്തായിരിക്കും, റാൻഡം മോഷൻ. ഒരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ ആ കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ഇലക്ട്രോൺസ് എപ്പോഴും എന്തായിരിക്കും, നോർമൽ ടെമ്പറേച്ചറിൽ റാൻഡം മോഷൻ ആയിരിക്കും അല്ലെ. നമ്മൾ ഇതിലേക്ക് ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യാന്ന് വിചാരിക്കും. ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ കണ്ടക്ടർ എന്താ, ഈ ഇലക്ട്രോൺസ് എന്തായും ഒരു സീക്വൻസ് ആയിട്ട് ഇതേപോലെയുള്ള അറേഞ്ച്മെന്റ് ഉണ്ടാവും. ഓക്കെ, ഇനി എന്ത് ചെയ്യും, ഇവിടെ ടെമ്പറേച്ചർ റൈസ് ആയി. ഇനി ഈ കണ്ടക്ടറിൽ ടെമ്പറേച്ചർ റൈസ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവിടെയുള്ള ഫ്രീ ഇലക്ട്രോൺസ് എന്ത് കിട്ടും, കൈനറ്റിക് എനർജി കിട്ടും. ടെമ്പറേച്ചർ റൈസ് ആകുന്ന സമയത്ത് ഈ ഫ്രീ ഇലക്ട്രോൺസ് കൈനറ്റിക് എനർജി കിട്ടും. കൈനറ്റിക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവറ്റിൽ എന്ത് ചെയ്യും, സ്പീഡ് കൂടും. എന്നിട്ട് ഇവരുടെ സഞ്ചാരത്തിന്റെ സ്പീഡ് കൂടും അല്ലെ. എനർജി കിട്ടുന്ന സമയത്ത് സഞ്ചാര സ്പീഡ് കൂടും. സ്പീഡ് കൂടുന്ന സമയത്ത് എന്ത്, കൊളീഷൻ കൂടും. ഈ കണ്ടക്ടർ തമ്മിലുള്ള കൊളീഷൻ കൂടും. കൊളീഷൻ കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇലക്ട്രോൺസിന്റെ ഫ്ലോ എന്ന് പറയുന്നത്, ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന ഫ്ലോ എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറയാൻ തുടങ്ങും. ഓക്കെ, കുറയാൻ തുടങ്ങും. ഇലക്ട്രോൺസ് ഫ്ലോ കുറയുക എന്ന് പറഞ്ഞതിന് മീനിങ് എന്താണ്, കറണ്ട് കുറയുക എന്നുള്ളതാണ് അല്ലെ. അപ്പോ കറണ്ട് കുറയുക എന്ന് പറയുന്ന സമയത്ത് എന്ത് സമയം ഇവിടെ വോൾട്ടേജ് വേരിയേഷൻ സംഭവിക്കും. അപ്പോ ഒരു കണ്ടക്ടറിൽ എന്താണ്, ഒരു ഓംസ് ലോ ഒബേ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കണം. ടെമ്പറേച്ചർ വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ എന്തിന് മാറ്റം സംഭവിക്കും, റെസിസ്റ്റൻസ് മാറും. റെസിസ്റ്റൻസ് മാറുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും, അവിടെ ഉണ്ടാവുന്ന കറണ്ടിന്റെ ഫ്ലോ മാറും, കറണ്ടിന്റെ ഫ്ലോ ചേഞ്ച് ആവും. ഓക്കെ, അപ്പൊ അത് ഓംസ് ലോ ഒബേ ചെയ്യില്ല. അപ്പൊ ഓംസ് ലോ ഒബേ ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് എന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഓംസ് ലോന്റെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കണം എപ്പോഴും, എങ്കിൽ മാത്രമേ ആ കണ്ടക്ടർ ഓംസ് ലോ ഒബേ ചെയ്യുകയുള്ളൂ. അല്ലാത്ത കണ്ടക്ടറുകൾ ഉണ്ടാവും. ഇപ്പൊ സെമി കണ്ടക്ടേഴ്സ്, സിലിക്കൺ, ജെർമാനിയം, ഒരു സെമി കണ്ടക്ടേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഓംസ് ലോ ഒബേ ചെയ്യുകയില്ല. കുറച്ച് കണ്ടക്ടർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഓംസ് ലോ ഒബേ ചെയ്യുകയുള്ളൂ. ഓക്കെ, അതും കൂടി മനസ്സിലാക്കി വെക്കാം.